2 ദിവസം കൊണ്ട് 30,000-ലധികം പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥ നമ്പർ വരുമ്പോൾ അറിയാൻ കഴിയും. അവിടെ അങ്ങ് ഒരാളും ഇല്ല, സാംസ്കാരിക നായന്മാരില്ല, കഫിയ കെട്ടി തുള്ളാൻ ആളില്ല, മതം നോക്കി മോങ്ങാൻ ആളില്ല, കുട്ടികളുടെ പേര് വിളിക്കുന്നില്ല, വിതുമ്പുന്നില്ല, കരയുന്നില്ല. ഏതാണ്ട് 40,000 മുതൽ 90,000 വരുന്ന മുസ്ലിങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ കഴിഞ്ഞ മാസം ഇറാനിൽ കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ ഇന്ന് കേരളത്തിലെ എത്ര പത്രങ്ങൾ വായിച്ചിട്ടുണ്ട്? ഇവർ മുസ്ലിങ്ങളാണ്, കുട്ടികളാണ്, സ്ത്രീകളാണ്, ഗർഭിണികളാണ്. ഇവരെ കൊന്നത് സ്വന്തം ഭരണകൂടം തന്നെയാണ്. പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്നവരെ അവിടെ വെച്ച് വെടിവെച്ചില്ല, ചികിത്സിക്കുന്ന ഡോക്ടർമാരെ വെടിവെച്ചില്ല. ഏതാണ്ട് 10,000-കണക്കിന് ആളുകളെ തടവുകാരായിട്ട് പിടിക്കുക, പിടിച്ചുകൊണ്ട് പോരുന്ന സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് വിധേയരാക്കുക. ഇതെല്ലാം ഒരു ഭരണകൂടം സ്വന്തം ജനതയോട് ചെയ്യുന്നതാണ്. മനുഷ്യാവകാശങ്ങൾ തെരഞ്ഞെടുക്കാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ വിവേചന ബുദ്ധിയോടെ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. അതെല്ലാവർക്കും ഉള്ളതാണ്. മനുഷ്യനാകുമ്പോൾ മനുഷ്യാവകാശമായി. അതായത് ഏത് ജാതി, ഏത് മതം, ഏത് വർഗം, എങ്ങനെയോ ആയിക്കോട്ടെ, മനുഷ്യനുള്ള അവകാശമാണ്. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന എന്താണ്? നിങ്ങളുടെ മതബോധമാണെന്നുണ്ടെങ്കിൽ അത് വളരെ മോശം ഒരു കാര്യം തന്നെയാണ്. ഫ്രീ പാലസ്തീൻ ഗാർഡിലേക്ക് ആളുകൾ ഇങ്ങനെ കയറുകയാണ്. ക്യാമ്പസുകളിലൊക്കെ കണ്ട വലിയ ഐതിഹാസികമായ സമരങ്ങൾ നിങ്ങൾ കണ്ടു. അവിടെ ടെന്റ് കെട്ടി ആളുകൾ സമരം ചെയ്യുകയാണ്. ജനോസൈഡ്, ഇസ്രയേലിന്റെ ജനോസൈഡ് എന്ന് പറയും. 2 ദിവസം കൊണ്ട് 30,000-ലധികം പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥ നമ്പർ വരുമ്പോൾ അറിയാൻ കഴിയും. അവിടെ അങ്ങ് ഒരാളും ഇല്ല, സാംസ്കാരിക നായന്മാരില്ല, കഫിയ കെട്ടി തുള്ളാൻ ആളില്ല, മതം നോക്കി മോങ്ങാൻ ആളില്ല, കുട്ടികളുടെ പേര് വിളിക്കുന്നില്ല, വിതുമ്പുന്നില്ല, കരയുന്നില്ല, തളർന്നു വീഴുന്നില്ല, തെരുവ് നിറയ്ക്കുന്നില്ല, ഒന്നുമില്ല. മരിച്ചത് മുസ്ലിങ്ങളാണ്. ഇത് നിങ്ങളുടെ മതം തന്നെയാണ്. സ്ത്രീകളാണെങ്കിലേ കരച്ചിൽ വരൂ. അതെ, സ്ത്രീകൾ തന്നെയാണ്. കുട്ടികൾ ഉണ്ട്, 200-ലധികം കുട്ടികൾ ഈ പറയുന്ന 3 ദിവസം കൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു. കാരണം